ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂലൈ 6-ാം തീയതി മുതൽ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. സംസ്ഥാനത്ത് ഇപ്പോഴും ജൂൺ മാസത്തെ റേഷൻ വിതരണമാണ് നടക്കുന്നത്. 5-ാം തീയതി വരെയാണ് വിതരണം നടക്കുക. 5-ാം തീയതിയോടെ ജൂൺ മാസത്തെ റേഷൻ വിതരണം കഴിഞ്ഞാൽ പിന്നീട് 4 ദിവസത്തേക്ക് റേഷൻ നമുക്ക് ലഭിക്കില്ല. 5-ാം തീയതി വരെ ജൂൺ റേഷൻ വിതരണം ചെയ്യുന്നതിനാൽ 6-ാം തീയതി മാസത്തിലെ ആദ്യ പ്രവൃത്തി ദിവസമായി കണക്കാക്കി ശനിയാഴ്ച റേഷൻ കടകൾ അവധിയായിരിക്കും. 7-ാം തീയതി ഞായറാഴ്ച പൊതു അവധിയാണ്. 8, 9 തീയതികളിൽ റേഷൻ വ്യാപാരികൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ആ ദിവസങ്ങളിലും റേഷൻ കടകൾ തുറക്കില്ല. അതിനാൽ ജൂലൈ മാസത്തെ റേഷൻ വിതരണം ജൂലൈ 10 ബുധനാഴ്ചയാണ് ആരംഭിക്കുക. അടുത്ത അറിയിപ്പ്, APL BPL വ്യത്യാസമില്ലാതെ റേഷൻ കാർഡ് ഉള്ളവർക്ക് 50 ഇനം സബ്സിഡി ഇതര സാധനങ്ങൾ, അതായത് സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ സപ്ലൈകോയിൽ നിന്നും വാങ്ങുവാൻ സാധിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെയാണ് ഇത് വാങ്ങുവാൻ കഴിയുക. ജൂൺ 25 മുതൽ 50 ദിവസത്തേക്കാണ് ഈ ഓഫർ ഉള്ളത്. അതോടൊപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ വാങ്ങുന്നവർക്ക് 10% സ്പെഷ്യൽ ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ്. വൻ വിലക്കുറവിലാണ് സാധനങ്ങൾ നൽകുന്നത്. സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഇനങ്ങൾ ഈ മാസം എത്തിയിട്ടുണ്ടെന്നാണ് വിവരം. മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പഞ്ചസാര വരെ സപ്ലൈകോയിലേക്ക് സബ്സിഡി ഇനങ്ങളിലായി എത്തിയിട്ടുണ്ട്. കൂടാതെ ശബരി കെ റൈസും സപ്ലൈകോയിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ആവശ്യക്കാരെല്ലാം നേരത്തെ തന്നെ വാങ്ങുവാൻ ശ്രദ്ധിക്കുക. സ്റ്റോക്ക് തീർന്നാൽ 2 മാസത്തിനൊക്കെ ശേഷമേ വീണ്ടും സ്റ്റോക്ക് എത്തുവാൻ സാധ്യതയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അടുത്ത അറിയിപ്പ്, നീല വെള്ള കാർഡിന് സെസ് ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഭക്ഷ്യവകുപ്പ് ഈ സെസ് ഏർപ്പെടുത്തുന്നതിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ധനവകുപ്പിന്റെയും നിയമവകുപ്പിന്റെയും കൂടി അനുമതി ലഭിച്ചാൽ അടുത്ത മാസം മുതൽ സെസ് ഏർപ്പെടുത്തും. ഭക്ഷ്യധാന്യം വാങ്ങുന്ന സമയത്ത് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് 1 രൂപ വീതം സെസ്സായി നൽകേണ്ടി വരും. സംസ്ഥാന ഭക്ഷ്യവകുപ്പിന് 53 ലക്ഷത്തോളം രൂപയാണ് ഈ ഇനത്തിൽ ലഭിക്കുക. റേഷൻ വ്യാപാരികളുടെ ക്ഷേമനിധി ആനുകൂല്യങ്ങളും പെൻഷനും നൽകുന്നതിന് വേണ്ടിയാണ് ഈ സെസ് ഏർപ്പെടുത്തുന്നത്. സംസ്ഥാനത്തെ പിങ്ക് നീല റേഷൻ കാർഡ് ഉള്ളവർ നിങ്ങൾക്ക് ലഭിക്കുന്ന റേഷൻ ആനുകൂല്യങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടി 2 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ ആധാർ കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ റേഷൻ കാർഡിൽ ചേർക്കുക. പിങ്ക് റേഷൻ കാർഡ് ആണെങ്കിൽ 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും ഈ കുട്ടിക്ക് ലഭിക്കും. നീല റേഷൻ കാർഡ് ആണെങ്കിൽ 2 കിലോ അരി ഈ കുട്ടിക്ക് ലഭിക്കുന്നതാണ്. കാർഡിലെ അംഗങ്ങളുടെ എണ്ണമനുസരിച്ചാണ് പിങ്ക് നീല കാർഡുകൾക്ക് വിഹിതങ്ങൾ ലഭിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക.